has come. ഈ വർഷത്തിൻ്റെ അവസാനം എത്തിയിരിക്കുന്നു. And I hope you are all filled with thanksgiving for the Lord. ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ദൈവത്തോടുള്ള നന്ദിയാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്ന്. Some of you may be saying, brother, I am not filled with thanksgiving. ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, ഞാൻ അത്രയ്ക്കും നിറഞ്ഞതല്ല, നന്ദിയാൽ ഞാൻ നിറഞ്ഞിട്ടില്ല. So I would urge you to look back and deliberately find reasons to give thanks. ഞാൻ നിങ്ങളെ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ആയിട്ട് തയ്യാറെടുക്കുക. മലയാളം we say എണ്ണി എണ്ണി സ്തുതിക്കുക. മലയാളത്തിൽ നമ്മൾ എണ്ണി എണ്ണി സ്തുതിക്കുക എന്ന് നമ്മൾ പറയും. Count your blessings. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുക. In English there is a song which says, count your blessings, name them one by one, and it will surprise you what the Lord has done. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, അത് ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ അനുഗ്രഹങ്ങളും നിങ്ങൾ എണ്ണുക, ഓരോന്നായിട്ട് നിങ്ങൾ അതിനെ പേരെടുത്ത് ആലോചിക്കുക, അതിൽ നിങ്ങളെ തികച്ചും ആശ്ചര്യപ്പെടുത്തും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റി. Some of us, some people, they don't like to count. ചിലർക്ക് എണ്ണുവാൻ അത്ര താല്പര്യമുള്ളതല്ല. They say, Lord, thank you for all the blessings. അവർ പ്രകാരം പറയും, എല്ലാ നന്മകൾക്കും നന്ദി. I don't think that's a good strategy. The good strategy is to name them one by one. ഞാൻ കരുതുന്നത് അതൊരു നല്ലൊരു പ്രവണതയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകളും നമ്മൾ ഓരോന്നായിട്ട് അത് പേരെടുത്ത് തന്നെ പറയുക. I agree that when you come forward and you have to pray, please don't name them one by one. Then, the prayer may go on for a long time. I am saying, name them one by one in your private time. Publicly, when you come, you say, thank you, Lord, for all your blessings and your faithfulness in the last year. One line, okay, praise God. But in your personal time, definitely it is worth it to name your blessings one by one. ഞാൻ ഒരിക്കലും നിങ്ങളടുത്ത് എല്ലാ നന്മകളും നിങ്ങളിവിടെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ നന്മകൾ എല്ലാം നിങ്ങൾ ഓർത്ത് പറയണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം സമയം വളരെയധികം എടുക്കും. നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളുടെ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓർത്ത് അതിന് നന്ദി പറയാം. അല്ലാതെ നിങ്ങൾ പരസ്യമായിട്ടുള്ളൊരു സമയത്താണെങ്കിൽ ജനറലായിട്ടുള്ളൊരു നന്ദി പറഞ്ഞ് ദൈവത്തോട് നന്ദി പറയാവുന്നതാണ്. But as we move forward in the new year, we will have to take many decisions. നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു പുതുവർഷത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. Maybe it is decisions regarding your marriage. ഒരുപക്ഷെ അത് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനമായിരിക്കാം. Or regarding your studies. ഒരുപക്ഷെ നിങ്ങളുടെ പഠിത്തത്തെക്കുറിച്ചുള്ള തീരുമാനമായിരിക്കാം. Regarding your job or business. നിങ്ങളുടെ ഒരു ജോലിയെ പറ്റിയിട്ടോ നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടോ ഉള്ളതായിരിക്കാം. Regarding missions. നിങ്ങൾ ചിലപ്പോൾ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നതിനെ പറ്റിയിട്ടായിരിക്കാം. Regarding buying or constructing a house. ഒരു വീട് വാങ്ങിക്കണോ അതോ പണിയണമോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കാം. Etc. etc. അങ്ങനെ പല കാര്യങ്ങൾ. We will have to take decisions, isn't it? തീർച്ചയായിട്ടും നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലയോ? Now, some of you are saying, brother, I believe that God is sovereign. ഒരുപക്ഷെ നിങ്ങൾ ചിലർ പറഞ്ഞേക്കാം, ഞാൻ വിശ്വസിക്കുന്നത് ദൈവം സർവാധികാരിയാകുന്നു. I believe no matter what I do, He will anyway do. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്തൊക്കെ ചെയ്താലും ദൈവം എന്തായാലും തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യും. He will work out everything according to the counsel of His will. ദൈവം എല്ലാം ശരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു ഹിതപ്രകാരം അത് നടത്തും. In other words, what they are saying is, we will not take any decisions. ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കില്ല എന്നതാണ്. Do you think that's a good stand? നിങ്ങൾ കരുതുന്നോ അതൊരു നല്ല ഒരു നിലപാടാണോ? Some people say in Malayalam, they say, ദൈവം എല്ലാം ചെയ്തെടുക്കും, അവൻ ചെയ്തെടുത്തോളും. God will work out everything.
മലയാളത്തിൽ ഇപ്രകാരം പറയും, ദൈവം എല്ലാം അങ്ങ് ചെയ്തോളുമെന്ന്. അത് പറയും, they will say, he is the potter, I am the clay. അതേപോലെ തന്നെ ചിലർ പറയും, അവൻ കുശവനാകുന്നു, ഞാൻ കളിമണ്ണാകുന്നു. So അതുകൊണ്ട് we shouldn't do anything. He will work out. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട, എല്ലാം ദൈവം ചെയ്തോളും എന്നുള്ളതാണോ? Brother, it is written, be still. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളത്. So in 2022, oh brother, 21 I was running around. 22 I will be still. അതുകൊണ്ട് തന്നെ 2021 ഞാൻ ഒരുപാട് ഓടി, അതുകൊണ്ട് 2022 ഞാൻ മിണ്ടാതിരുന്ന് വെറുതെ നിൽക്കുവാൻ പോവുകയാണ്. Well, it's good for your heart to be still and not very, tense. But in your life, please don't be still. Please do something. While there is light, when there is day, when it is day, do the things, because night is coming when no man can work. നിങ്ങൾ പലരും 2021 ആകുമ്പോഴത്തേക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇനി 2021 ചിന്തിച്ചത് ചെയ്തത് കൊണ്ട് അതുകൊണ്ട് ഇനി മിണ്ടാതിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയം മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സമാധാനത്തിലായിരിക്കുക. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിൽ അനങ്ങാതെ നിൽക്കരുത്. നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. വചനം ഇപ്രകാരം പറയുന്നു, ഒരു ദിവസം വരുന്നു, നിങ്ങൾ ദിവസമുള്ളിടത്തോളം നിങ്ങൾ വേല ചെയ്യുക. ഒരു ദിവസം വരുന്നു, രാത്രിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേല ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള വചനമുണ്ട്. Some other people are saying, brother, didn't James tell us in chapter 4, that planning is not a great thing? മറ്റു ചിലർ പറഞ്ഞേക്കാം, യാക്കോബിന്റെ അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരം ചെയ്ത് വെക്കരുതെന്ന്. Let's read, brother Santosh or Sini, who is reading? Yeah, Santosh. James chapter 4, verses 13 to 16. So let's examine what exactly is James telling here. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും. No, that's it. Thank you. So James says here, you shouldn't say that, okay, we will go to such and such a city, spend a year there, engage in business and make a profit. So is James telling us that we shouldn't make any plans? യാക്കോബ് ഇപ്രകാരമാണ് ഇവിടെ പറയുന്നത്, വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവും, ഇന്ന ദിവസം ഒരു സ്ഥലത്ത് പോവും, അവിടെ ഒരു ജോലി ചെയ്യും, അവിടെ ഒരു സംരംഭം തുടങ്ങും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഇതിൽ നിന്ന് എന്താകുന്നു യാക്കോബ് അർത്ഥമാകുന്നത്? അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കരുത് എന്നാണോ? പദ്ധതി ഇടരുത് എന്നാണോ? So in 2022, for 2022, shouldn't we make any plans that, okay, I will go there, I will do this, I plan to do this? Is it wrong? We shouldn't do that? അതുകൊണ്ട് എന്താകും നമ്മൾ ചെയ്യേണ്ടത്? 2022 ആകുമ്പോൾ നമ്മൾ ഒരു പദ്ധതിയും ഇടാൻ പാടില്ല, ഒരു സ്ഥലത്തും പോകാൻ പാടില്ല, ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്നാകുന്നു ഇവിടെ പറയുന്നത്? Not at all. ഒരിക്കലുമല്ല. James is not telling that. You see, the problem here is not that this man made a plan. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഒരു പദ്ധതി ഇട്ടു എന്നുള്ളതല്ല. You see, the problem here with this man is he is not considering God and his sovereignty, and he's only making a plan. That's this problem. The problem is not that he made a plan. Problem is that he made a plan, but he's not saying that if the Lord wills, this will happen. He is arrogantly thinking, anyway, this is my plan, I will do it.
ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പദ്ധതി ഇടുന്നതിനെ പറ്റിയിട്ടല്ല പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ പദ്ധതി ഇടുന്ന സമയത്ത് ദൈവമുണ്ടോ എന്നോ ദൈവത്തിന്റെ സർവാധികാരത്തെ പറ്റിയോ ഒന്നും ഈ പദ്ധതി ഇടുന്ന ആൾ അത് കണക്കിലെടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയുള്ള രീതിയിൽ പല കാര്യങ്ങളും പദ്ധതി ഇടുകയും ദൈവമുണ്ട് എന്നുള്ളതിനെ പലപ്പോഴും മറന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. So the problem here is not planning, the problem is boasting. ഇവിടെ പദ്ധതി ഇട്ടു എന്നുള്ളതല്ല പ്രശ്നം എന്ന് പറയുന്നത്, പക്ഷേ അതിൽ അഹങ്കരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. Amen? Yes, are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Oh my God. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Yes. Okay. Now, even Apostle Paul, he made short-term plans. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പല ചെറിയ പദ്ധതികൾ വരെ ഇടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. Not ചെറിയ, short-term plan. ദീർഘകാലം അല്ലെങ്കിൽ ചെറിയ കാലത്തേക്കുള്ള പദ്ധതികൾ ഇടുന്നതായിട്ട് കാണാൻ സാധിക്കും. So those of you who are writing notes, please note down 2 verses. Acts chapter 20, verse 16. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാനായിട്ട് 2 വാക്യങ്ങൾ പറഞ്ഞോട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20:16, where Paul says that if possible, I would like to be in Jerusalem before Pentecost. അവിടെ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കഴിയുമെങ്കിൽ ഞാൻ പെന്തക്കോസ്ത് നാൾക്ക് മുന്നേ യെരൂശലേമിൽ എത്തേണ്ടതിന് ആഗ്രഹിക്കുന്നു. 1 Corinthians chapter 4 verse 19, again here Paul says, I will come to you soon if the Lord wills. 1 കൊരിന്ത്യർ 4:19 പ്രകാരം പറയുന്നു, കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വരും. Oh, look at the language of Paul and James. Isn't it pretty similar? ഇവിടെ നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെയും യാക്കോബിന്റെയും ആ ഒരു ഭാഷ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏകദേശം ഒരു സാമ്യമുള്ള രീതിയിലാണ്. Paul also had long-term plans. പൗലോസിനും ദീർഘകാല പദ്ധതികൾ ഉണ്ടായിരുന്നു. For example, in Acts 19:21, ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 19:21 നമ്മൾ കാണുവാൻ സാധിക്കും. he says that he purposed in spirit to go to Jerusalem, and after he had passed through Macedonia and Achaia, he said, I must also see Rome. So he had planned to go to so and so places. ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പൗലോസ് മക്കദോനിയയിലേക്ക് പോകുവാൻ മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് in Romans chapter 15, there he says, I want to preach the gospel up to Spain. റോമറിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എനിക്ക് സുവിശേഷം എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. What am I saying? ഞാൻ എന്താണ് ഈ പറയുന്നത്? I am saying that it is good to plan. ഞാൻ പറയുന്നത് ഒരു കാര്യമാണ്, പദ്ധതികൾ ഇടുന്നത് വളരെ നല്ലതാണ്. But people are quite confused regarding the sovereign will of God. പക്ഷേ ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഒരു ദൈവത്തിന്റെ സർവാധികാരിയായ ഒരു ഹിതത്തെ പറ്റിയിട്ട് പല സംശയങ്ങളുണ്ട്. We don't need to be confused. The sovereign will of God, God will do it. നമ്മൾ അതിൽ ഒരു ആശയക്കുഴപ്പത്തിലും ആകേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം സർവാധികാരിയായിട്ടുള്ള ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് ദൈവം തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യും. Jesus Christ is going to come the second time, whether you like it or not. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടം ഇല്ലയോ, യേശു ക്രിസ്തു രണ്ടാമത് വരിക തന്നെ ചെയ്യും. He will anyway come. യേശു ക്രിസ്തു രണ്ടാമത് തീർച്ചയായിട്ടും വരും. That is the sovereign will of God. അത് ദൈവത്തിന്റെ സർവാധികാരമായിട്ടുള്ള ഒരു ഹിതമാകുന്നു. Even the first coming of Jesus was the sovereign will of God. യേശുവിന്റെ ആദ്യത്തെ വരവും സർവാധികാരമായ ദൈവത്തിന്റെ ഒരു ഹിതത്തിന്റെ ഉള്ളിലായിരുന്നു. Even the fact that Jesus was put to death and he on the cross and he rose again, that was also the sovereign will of God. യേശു ക്രിസ്തു വന്നു, മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ദൈവത്തിന്റെ സർവാധികാരമായ ഹിതത്തിന്റെ ഉള്ളിലായിരുന്നു. So when we think about the will of God, the sovereign will of God, don't worry about that. God will do that. Don't worry. Just believe that he will do. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവഹിതം എന്ന് ചിന്തിക്കുന്ന സമയത്ത് സർവാധികാരിയായിട്ടുള്ള അധികാരമായിട്ടുള്ള ദൈവത്തിന്റെ ഹിതം അത് ദൈവം തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യും. അതിനെപ്പറ്റി നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. അത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. Now the second type of will of God is the moral will of God. രണ്ടാമതായിട്ടുള്ള ഒരു ഹിതമാകുന്നു ദൈവത്തിന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു ഹിതം എന്ന് പറയുന്നത്.
the moral will of God is revealed in the written word of God. ദൈവത്തിന്റെ ധാർമ്മികമായിട്ടുള്ള ഹിതം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിലാണ്. What must we do? നമ്മൾ എന്ത് ചെയ്യണം, What we must not do? നമ്മൾ എന്ത് ചെയ്യരുത്, How his people should live and behave. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ജീവിക്കണം, അവരെങ്ങനെ പെരുമാറണം. There are specific commands of the Lord. അതിന് കൽപ്പനകൾ ദൈവം പ്രത്യേകമായിട്ടും തന്നിട്ടുണ്ട്. There are specific ways of the Lord. അതിന് പ്രത്യേക വഴികൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. Through that God has revealed his moral will. അതിലൂടെ എല്ലാം ദൈവം വ്യക്തമാക്കിയത് ദൈവത്തിന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു ഹിതത്തെയാണ്. For example, അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, should I be greedy? ഞാൻ അത്യാഗ്രഹമുള്ള ആളായിരിക്കണമോ? Answer? അതിന്റെ ഉത്തരം പറയാമോ? Do you have to find the will of God? Lord, do you want me to be greedy? No. Greed is bad. Should I have lust? ഞാൻ അത്യാഗ്രഹമുള്ള ആളായിരിക്കണമോ? അത് ഒരിക്കലും പാടില്ല, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു കാമത്തിൻ്റെ ഉള്ളിലായിരിക്കണമോ? It is very clearly, certain things God has made very clear in his word. ഇത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്, കാരണം ഇതെല്ലാം വ്യക്തമായിട്ടും ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. Now another person says, Lord, in 2022, should I forgive this person? I mean, don't ask such question. It is very clearly written that you must forgive one another from your heart, just as God has forgiven you. ഒരു വ്യക്തി ചിലപ്പോൾ ചോദിച്ചേക്കാം, 2022 ഞാൻ ഇന്നൊരാളോട് ക്ഷമിക്കണമോ? അത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാകുന്നു, കാരണം ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കണം എന്നുള്ളത്. So now I come to the main part of my message. ഇതിൽ നിന്നും ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. So none of us need to be confused about the sovereign will of God or about the moral will of God. Sovereign will of God, God will do. Moral will of God, we must obey. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഒരു ദൈവത്തിന്റെ സർവാധികാരമായിട്ടുള്ള ഹിതത്വയും ധാർമ്മികമായിട്ടുള്ള ഹിതത്തെയും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകരുത്. സർവാധികാരമായിട്ടുള്ള ഹിതം എന്ന് പറയുന്നത് ദൈവം തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ ചെയ്യും. ധാർമ്മികമായിട്ടുള്ള ഹിതം ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ അത് അനുസരിക്കുക തന്നെ ചെയ്യണം. But what about the will of God for our life, individual will of God? That is where many of us are in confusion. പക്ഷേ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പം എന്നത് ദൈവത്തിന്റെ ഹിതം, എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ദൈവഹിതം എന്താകുന്നു, അതിലാണ് എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമുള്ളത്. Please listen carefully. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. I am going to ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. In 2022, what does God want from us regarding knowing his will? 2022 ദൈവഹിതം ചെയ്യുവാനായിട്ട് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താകുന്നു? Does God want that we all must pray and find out that unique will which he has regarding each one of us, and once we find that out, we have to do it? Is that what God wants? ദൈവം ഇപ്രകാരമാണോ ആഗ്രഹിക്കുന്നത്? 2022 നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നത്, അത് കേട്ട് അത് ചെയ്തെടുക്കണം, അതാകുന്നു ദൈവം ആഗ്രഹിക്കുന്നത്? Okay, I'll put it another way. ഞാനിത് വേറൊരു രീതിയിൽ ചോദിക്കാം. Now some of you are thinking of which college to join. ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഏത് കോളേജിൽ ഞാൻ പഠിക്കാനായിട്ട് ചേരണം. Do you think God will reveal the name of the college? നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവം ഒരു കോളേജിന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്? Some of you are wanting to get married. നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കണമെന്നുണ്ട്. Do you think God is going to tell you the name of the person you should get married to? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ള വ്യക്തിയുടെ പേര് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നുള്ളത്? Suppose I want to build a house. ഒരുപക്ഷെ എനിക്ക് ഒരു വീട് വെക്കണം. So should I build house in Kottayam or Kundara?
ഞാൻ വീട് കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് വെക്കണമോ അതോ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെക്കണമോ? So do you think that when I pray, God will answer Ko? ഞാൻ ദൈവത്തോട് ഇപ്രകാരം വീട് വെക്കണം എവിടെ വെക്കണം എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് ശബ്ദം പോലെ ഞാൻ കേട്ടത് കോ എന്നുള്ളൊരു ശബ്ദം മാത്രമേ, ഒരു അക്ഷരം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. Now imagine, does Ko means Kottayam or Kottayam? ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് കോ എന്ന് കേട്ടത് കൊണ്ട് അത് കൊട്ടിയമാണോ അതോ കോട്ടയമാണോ? Or does Ko mean Korba? അതോ കോ എന്ന് കേട്ടത് കോർബ എന്ന് പറയുന്ന സ്ഥലമാണോ? Korba is in Chhattisgarh, by the way. കോർബ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ ഉള്ളൊരു സ്ഥലമാണ്. So I am confused now. അതിൽ ഞാൻ ഒരു ആശയക്കുഴപ്പത്തിലായി. Where should I build my house? ഞാൻ എവിടെ എൻ്റെ വീട് വെക്കണം? What is God's will? ദൈവത്തിന്റെ ഹിതം എന്താകുന്നു? Brother, pray for me. സഹോദര, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Next year end you meet me and ask me, Brother Sunil, have you put the foundation? അടുത്ത വർഷം ഒരു വ്യക്തി എന്നെ കാണുമ്പോൾ നിങ്ങൾ വീടിന്റെ അടിസ്ഥാനം കെട്ടിയോ എന്ന് ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണെങ്കിൽ, Brother, I am waiting. ഞാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്ന് നമ്മൾ പറയും. You waiting for money? അപ്പോൾ അദ്ദേഹം ചോദിക്കാം, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്? No, no, no. Money I have. അതൊന്നുമല്ല, പൈസയല്ല എൻ്റെ കയ്യിലുണ്ട്. You waiting for what? എന്തിനു വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്നത്? I am waiting to hear from God, brother. ഞാൻ കാത്തിരിക്കുന്നത് ദൈവത്തിൽ നിന്നും ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. Everything is all right with me now? എല്ലാം ശരിയായിട്ടാണോ നടക്കുന്നത്? Is this how a believer should walk? ഇങ്ങനെയാകുന്നു ഒരു വിശ്വാസി നടക്കേണ്ടത്? Do you know that some people are not married? I know of some people who have not married because they have not heard from the Lord. എനിക്കറിയാവുന്ന ചില വ്യക്തികളുണ്ട്, അവർ ഇതുവരെയും വിവാഹം കഴിക്കാത്തത് അവർ ദൈവത്തിൽ നിന്നും ശരിയായിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. I will show a very interesting verse. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു വാക്യം കാണിച്ചു തരാം. Apostle Paul said in 1 Corinthians chapter 7 verse 39. 1 കൊരിന്ത്യർ 7:39 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു. Here Apostle Paul is talking about widows or divorcees and all of those things. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഭർത്താവ് മരിച്ച സ്ത്രീകളെ പറ്റിയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. Santosh, can you read? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. So whom should that widow get married to? ആരെയാണ് ആ വിധവയായ സ്ത്രീ കല്യാണം കഴിക്കേണ്ടത്? If some of us were going to write the letter like Paul, we would say that lady should get married to a person whom God reveals. നമ്മളിൽ ആരെങ്കിലും ആയിരുന്നു ഇത് പൗലോസിന് പകരം ഈ കത്ത് എഴുതിയിരുന്നു എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്രകാരം എഴുതിയനെ, ആ സ്ത്രീ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും കേട്ട് ആ ദൈവം കാണിക്കുന്ന വ്യക്തിയെ ആ സ്ത്രീ കല്യാണം കഴിക്കണം എന്നുള്ളത്. And we would think that that is the spiritual way of walk. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം അതാകുന്നു ആത്മീയമായിട്ടുള്ള വഴി, അങ്ങനെ വേണം നടക്കുവാൻ. Some people say, brother, I only do as the Lord leads me. That's all. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ നടത്തുന്ന വഴിയിലൂടെ മാത്രമേ ഞാൻ നടക്കാറുള്ളൂ എന്നുള്ളത്. But here Apostle Paul says, തനിക്ക് മനസ്സുള്ളവരുമായി വിവാഹം കഴിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എന്താണെന്ന് പറയുന്നത്, ആ സ്ത്രീക്ക് ഇഷ്ടമുള്ള ആളുമായിട്ട് വിവാഹം കഴിക്കുവാനാണ്. But one condition. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ട്. It should be only with in the Lord. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. But among the people who believe, you get married to those whom you want. വിശ്വാസികളായിട്ടുള്ളവരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ കല്യാണം കഴിക്കാം. Of course, that person should also want. ഒരു കാര്യം കൂടെ ഉണ്ട്, മറ്റേ ആളും കൂടെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. That's understood. My point is that we see a wonderful example of the moral law of God
providing a boundary that you should get married only to believers, but within the moral law, there is freedom given by the Lord. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കുന്നത് ഒരു കാര്യമാകുന്നു, ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഒരു അതിര് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ അതിരിനുള്ളിൽ ഒരു വ്യക്തി കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസിയെ മാത്രമേ കല്യാണം കഴിക്കുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. Now, regarding giving of money. രണ്ടാമതായിട്ട് പൈസ കൊടുക്കുന്നതിനെ പറ്റിയിട്ട്, Do you know that there are some believers who may ask God something like this? Lord, actually, how much should I give you? ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ദൈവത്തിന് ദശാംശം കൊടുക്കുന്ന അല്ല, അതിനെ പറ്റിയിട്ടാണ് പറയാൻ, ഓഫറിങ്ങിന് കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പല വ്യക്തികളും പലപ്പോഴും ദൈവത്തോട് ഇപ്രകാരം ചോദിക്കാറുണ്ട്, ദൈവമേ ഞാൻ നിനക്ക് എത്ര തരണം എന്നുള്ളത് പ്രാർത്ഥിക്കാറുണ്ട്. Imagine, somebody wants to give me a birthday present. നിങ്ങളൊന്ന് ചിന്തിക്കാമോ, ഒരു വ്യക്തിക്ക് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം തരണം. Excuse me, I am not soliciting presents. Obliquely. ഞാൻ ഇതിലൂടെ എനിക്ക് എല്ലാവരും സമ്മാനം തരണമെന്നല്ല പറയുന്നത്. Okay, just an example. Yeah. So suppose one of you comes and says, Brother Sunil, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സഹോദര സുനിൽ, your birthday is coming. I am thinking, should I give you a present? നിന്റെ ബർത്ത്ഡേ കടന്നു വരികയല്ലേ, ഞാൻ ചിന്തിക്കുന്നത് ഒരു സമ്മാനം തന്നാലോ എന്നുള്ളതാണ്. You tell me, should I give you a present or not? നീ പറയേ, ഞാൻ നിനക്ക് സമ്മാനം തരണമോ വേണ്ടയോ? What a question. Why are you asking me? എന്ത് ചോദ്യമാണ് ഇത്? എൻ്റെ അടുത്ത് തന്നെ വന്ന് What do you expect me to answer you? അതിന് ഉത്തരം എന്ത് പറയണമെന്നാണ് ഞാൻ Now ആഗ്രഹിക്കുന്നത്. imagine another person coming and saying, Brother Sunil, I want to give you a present, but tell me, should I give you a present of 500 rupees or should I give you a present of 5,000 rupees? ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണെങ്കിൽ വേറൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം തരുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ 500 രൂപയുടെ സമ്മാനം വേണോ 5000 രൂപയുടെ സമ്മാനം വേണോ നിങ്ങൾക്ക് തരേണ്ടത്? I mean, aren't you seeing something odd about it? ഇതിൽ നിങ്ങൾക്കൊരു എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നില്ലേ? Of course you can ask me, I want to buy something worth this, would you like this or this? That you can ask, that's a different thing, because you don't know. But to ask the Lord, how much should I give you? I am sure the Lord would say, give as much as you want. ഒരുപക്ഷെ സമ്മാനം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം, ഈ സമ്മാനം വേണോ അതോ മറ്റേ സമ്മാനം വേണോ, കാരണം ഏതാണ് താങ്കൾക്ക് കയ്യിലില്ലാത്തത്, അതുകൊണ്ട് അതനുസരിച്ച് വാങ്ങിക്കുവാനായിട്ട് ചോദിക്കാം. പക്ഷേ ഇവിടെ തികച്ചും ഒരു കുഴപ്പമുള്ളൊരു കാര്യമാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ നിനക്ക് എത്ര തരണം എന്നുള്ളത്. So in 2022, what will you give to the Lord? 2022 നിങ്ങൾ ദൈവത്തിന് എന്ത് കൊടുക്കും? Amen. We are being helped. Some people are jolted. Yeah. 2022. Not just money. What are you going to give to the Lord? Don't ask the Lord. 2022 നിങ്ങൾ ദൈവത്തിന് എന്ത് കൊടുക്കും? പൈസയുടെ കാര്യം മാത്രമല്ല, ദൈവത്തിന് എന്ത് കൊടുക്കും എന്നുള്ളത് ദൈവത്തോട് ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ല. I mean, this is my opinion. അത് എൻ്റെ ഒരു I mean, in the sense, imagine a lady coming and saying, do you want 10 days worth of perfume to be put on your feet or 1 year's? നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, യേശുവിൻ്റെ അടുത്ത് ആ സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, 10 ദിവസത്തെ എൻ്റെ കൂലിയുടെ സൗരഭ്യവാസനയുള്ള ഇതാണോ ഞാൻ നിന്റെ കാലിൽ ഒഴിക്കേണ്ടത്, അതോ 100 വർഷത്തെയാണോ ഒഴിക്കേണ്ടത്? 1 വർഷത്തെയാണോ ഒഴിക്കേണ്ടത്? You see, then if God is going to answer that, then where is the role of love? Where is the role of faith? ഇതിനെല്ലാം ദൈവം ഒരു ഉത്തരം തരുവാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്നേഹത്തിന്റെ ഒരു പ്രാധാന്യം എവിടെയാണ്? വിശ്വാസത്തിന്റെ പ്രാധാന്യം എവിടെയാണ്? 2 Corinthians chapter 9 verse 7. 2 കൊരിന്ത്യർ 9:7 അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. Oh, that's it. You see how we should give? Each one must do just as he has purposed in his heart.
ഇവിടെ എപ്രകാരം നമ്മൾ ദൈവത്തിന് കൊടുക്കണമെന്നാണ് പറയുന്നത്? അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ദൈവത്തിന് കൊടുക്കണം. So there is a role of decision making. അവിടെ നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ഒരു There is a കാര്യമുണ്ട്. role of purposing in heart. നമ്മളുടെ ഹൃദയത്തിൽ നിശ്ചയിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. This new year, what are you purposing in your heart? ഈ പുതിയ വർഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്താകുന്നു നിശ്ചയിക്കുന്നത്? Give to the Lord what you are purposing. I'm not talking only of money. I'm talking of your life, your time, your energy. What are you purposing in your? Give and give only what you can give cheerfully. God doesn't want people to go around like mourners and saying, this Lord is so demanding. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിച്ചത് ദൈവത്തിന് കൊടുക്കുക. അത് ഞാൻ പൈസയുടെ കാര്യം മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതമാകാം, സമയമാകാം, നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളാകാം. പക്ഷേ നിങ്ങൾ കൊടുക്കുവാൻ നിശ്ചയിച്ചത് നിങ്ങൾ നിശ്ചയിച്ച് അതനുസരിച്ച് കൊടുക്കുക. വേറൊരു കാര്യമുള്ളത്, കൊടുക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണമെന്നാണ്, നിർബന്ധത്താൽ കൊടുക്കരുത് എന്നാണ് പറയുന്നത്. But this, this verse has helped me because whenever and if I am giving, I'm not giving, usually I'm not giving under a lot of pressure. What I can give, I give cheerfully. If I'm not able to give cheerfully, I'll just stop it. I will not give. ഈ വാക്യം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾക്ക് കൊടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം നമ്മൾ നിശ്ചയിച്ച് അത് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുക. അല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടി അതിൽ കൊടുക്കാൻ മനസ്സില്ലാതെ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. So, when we make decisions, there are certain things which are very clearly written in the Bible. We must obey the commands. For example, should you bow down before an idol? No. The friends of Daniel knew that, and they didn't have to ask the Lord in a new way, Lord, what is your will? Should I bow down before Nebuchadnezzar's image? No. It is clearly written, and they must obey the moral command of the Lord. ദൈവവചനത്തിൽ വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നതായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കൽപ്പനകൾ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്യദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത് എന്നുള്ള കൽപ്പന ദൈവവചനത്തിൽ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ദാനിയേലിനും ദാനിയേലിൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിൻ്റെ ബിംബത്തെ ഉണ്ടാക്കി അവിടെ വണങ്ങുവാനായിട്ട് പറഞ്ഞപ്പോൾ അവർ വ്യക്തമായിട്ടും അത് ചെയ്യാതിരുന്നുള്ള കാരണം ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള കൽപ്പനകളിൽ ഒന്ന് അതിനെ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്. But what about where should I build my house? In Kundara or Kottayam? പക്ഷേ ഞാൻ എൻ്റെ വീട് എവിടെ വെക്കണം? കുണ്ട്രയിൽ വെക്കണോ കൊട്ടിയത്ത് വെക്കണോ? Is it written here? അത് ഇവിടെ എഴുതിയിട്ടുണ്ടോ? So should I not build a house now? അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീട് വെക്കരുത് എന്നാകുന്നു. No, should I build a house or should I live in rented house? ഞാനൊരു വീട് വെക്കണോ അതോ ഞാൻ വാടക വീട്ടിൽ താമസിക്കണോ? By the way, these are some of the questions in my mind. All ഇതൊക്കെ the Kundra thing I made up, but yet. ഈ കുണ്ട്രയുടെ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എൻ്റെ മനസ്സിലും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. What should I do? ഞാൻ എന്ത് ചെയ്യണം? You see, I truly believe that in all these matters, God gives us freedom. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈ വക കാര്യങ്ങളിൽ ദൈവം നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. God gives us freedom. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. I don't know how many of you are relieved to hear that. God gives us freedom. ഇത് എത്ര പേർ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. God gives us freedom. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. Of course, He wants whatever we do it for the glory of God. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവനാമമഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. So imagine a person decides to finally build a house in Kottayam. നിങ്ങൾ ഇപ്രകാരം സങ്കല്പിക്കുക, അതേ ഒരു വ്യക്തി കൊട്ടിയത്ത് ഒരു വീട് വെക്കുവാനായിട്ട് അദ്ദേഹം പദ്ധതി ഇടുന്നു. So another believer comes and says, brother, but what if God wanted you in Kundra? പക്ഷേ അദ്ദേഹത്തോട് വേറൊരു വിശ്വാസി വന്നിട്ട് ഇപ്രകാരം ചോദിക്കുകയാണ്, സഹോദര, ദൈവം നിങ്ങളെ കുണ്ട്രയിലേക്കാണ് വിളിച്ചിരിക്കുന്നതോ, പോകാൻ പറഞ്ഞിരിക്കുന്നെങ്കിലോ? But you had studied Hindi and all. Maybe He wants you in Korba. What if God wants you in Korba?
പക്ഷെ വേറൊരു വ്യക്തി പറഞ്ഞേക്കാം, നിങ്ങൾ ഹിന്ദിയൊക്കെ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ദൈവം നിങ്ങളെ കോർബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും വിടുവാൻ ആഗ്രഹിക്കുന്നത്. Won't that be sin? അതൊരു പാപമാകുമോ? Brothers and sisters, tell me, would that be a sin? സഹോദര സഹോദരിമാരെ, നിങ്ങൾ പറയുക, അതൊരു പാപമാണോ? If God asks me to go to Nineveh and I go to Tarshish, then it is sin. ദൈവം എന്നോട് നിനവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുവാൻ പറഞ്ഞിട്ട് ഞാൻ തർശീഷിലേക്ക് പോവുകയാണെങ്കിൽ അത് പാപമാകുന്നു. If God clearly put in my heart, go to Kundara, and then I say, I don't like people of Kundara, I don't like Kundara, Kundara is Kundara, I don't want to go there, I want to go to Kottayam. Sorry, nothing against Kundara, but you know, then something is wrong with me. Then it is displeasing to the Lord. ദൈവം എൻ്റെ അടുത്ത് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വെച്ചാൽ മതി എന്ന് പറയുക ചെയ്യുകയും എന്നിട്ടും എനിക്ക് കുണ്ട്ര ഇഷ്ടമല്ല, അവിടുത്തെ ആളുകളെ ഇഷ്ടമല്ല, ആ സ്ഥലം ഇഷ്ടമല്ല, ഞാൻ കൊട്ടിയത്ത് മാത്രമേ വീട് വെക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. But if God is not telling anything, പക്ഷെ ദൈവം ഇവിടെ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ then he gives me the freedom. അത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് കീഴിലാണ്. You know what I believe? I believe if perchance, suppose I am going to build a house in Kottayam, and God's sovereign plan, and he very much wants me not in Kottayam but in Kundra, he will make it clear to me, just as he made it clear to Apostle Paul when he was traveling. You know, God wanted him to be in Macedonia at a particular time. God showed him a vision and called him. So short of showing visions and other things, God is giving us freedom. If he wants me to be in a very particular place, or he wants me to do a particular thing, then the responsibility is his. The ball is in his court to tell me. I cannot find the secret will of God. ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം, ഞാനിപ്പോൾ കൊട്ടിയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ കൊട്ടിയത്ത് വീട് പണിയാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സർവാധികാരിയായിട്ടുള്ള പദ്ധതിയിൽ ദൈവം അവിടെ അല്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് വ്യക്തമായിട്ടും ഇത് വചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ യാത്രയിൽ പോകുന്ന സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്നതിന് അടുത്തേക്കാണ് അദ്ദേഹം എത്തിയത്. വ്യക്തമായിട്ടും ദൈവം നമ്മളോട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് ദൈവത്തിൻ്റെ സർവാധികാരമായ പദ്ധതിയിൽ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ. Because once when he was traveling, God wanted him in Macedonia, but he was going some other way. God specifically gave him a vision. അപ്പോസ്തലനായ പൗലോസ് മക്കദോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ആഗ്രഹിച്ചില്ല, അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് ദർശനത്തിലൂടെ കാണിച്ചു കൊടുത്തു, നീ മക്കദോനിയയിലേക്ക് കടന്നു പോകണം എന്നുള്ളത്. So we have the freedom, brothers and sisters. അതുകൊണ്ട് സഹോദര സഹോദരിമാരെ, നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. We have the freedom. We don't have the freedom to disobey the moral commands of the Lord, but when there is no clear moral commands, in that we have a freedom. നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള കൽപ്പനകൾ തെറ്റിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ല ഉള്ളത്. ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള കൽപ്പനകൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കുക തന്നെ ചെയ്യണം. Now let me come to Apostle Paul. ഞാൻ അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യത്തിലേക്ക് തിരികെ വരട്ടെ. Many of us, when we read the book of Acts and other letters, we think that Paul was always led in a miraculous way. അപ്പോസ്തല പ്രവൃത്തികളും പൗലോസ് എഴുതിയ മറ്റ് കത്തുകളും എല്ലാം വായിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് ദൈവം അതിശയകരമായി ദൈവം നടത്തി എന്നുള്ളതാണ്. It is true to some extent. അത് ഒരു പരിധി വരെ ശരിയുള്ള കാര്യമാണ്. He met with the Lord in a dramatic way on the road to Damascus. ദമസ്കസിലുള്ള യാത്രയിൽ വളരെ നാടകീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം കണ്ടുമുട്ടിയത് ദൈവത്തെ. He was prayed for by Ananias, and God gave address to Ananias to go to his home. ദൈവം അനനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വ്യക്തമായിട്ട് സംസാരിക്കുകയും പൗലോസിനെ കാണുവാൻ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും അവിടെ പോയി അദ്ദേഹം പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു.
He was specifically called when he was in the church at Antioch along with Barnabas. അന്ത്യോക്യ സഭയിലായിരുന്ന സമയത്ത് ബർന്നബാസിനോട് കൂടി പൗലോസിനെ ദൈവം വേർതിരിച്ച് വിളിക്കുക തന്നെ ചെയ്തു. Not only that, I told you about this call from Macedonia. അത് മാത്രമല്ല ഈ മക്കദോനിയയുടെ വിളി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയുകയുണ്ടായി. Once he was in Corinth, he was pretty frustrated with the bad results that he was getting. He was about to leave, but the angel of the Lord came and strengthened him and said, "No, stay here." അതേപോലെ തന്നെ കൊരിന്ത്യ എന്ന് പറയുന്ന സ്ഥലം അത് പൗലോസ് പോകുവാനായിട്ട് ഭാവിച്ച സമയത്ത് പോകാനായിട്ട് തയ്യാറെടുത്ത സമയത്ത് അവിടെ ദൂതൻ വന്നിട്ട് പൗലോസിനെ ശക്തിപ്പെടുത്തി ഇവിടെ നിൽക്കണം, ഇവിടെ തന്നെ തുടരണം എന്നുള്ളതിനെ പറ്റി പറയുകയുണ്ടായി. But now I want to tell you a series of verses which say something else. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് വാക്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. അത് പക്ഷെ പറയുന്നത് വേറൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. Okay? So, on one hand, Paul was led very miraculously. അത് ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതകരമായിട്ട് പൗലോസിനെ ദൈവം നയിച്ചു. But let us look the other side. അതിന്റെ മറുഭാഗം എന്താകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. Let's see. 1 Thessalonians chapter 2 verse 18 onwards. 1 തെസ്സലോനിയർ 2:18 മുതലുള്ള വാക്യങ്ങൾ. Please try to listen carefully. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. നമ്മുടെ കർത്താവായ No, just a minute. So here he says, more than once we wanted to come and yet Satan hindered us. ഇവിടെ പറയുന്നത് ഒരു വട്ടത്തിൽ കൂടുതൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് വിചാരിച്ചു, പക്ഷേ സാത്താൻ ഞങ്ങളെ തടുത്തു. Some of us, what we would have done is, oh, maybe it's not the will of God for us to go to Thessalonica. നമ്മൾ ഒരുപക്ഷെ ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേനെ ഇത് ദൈവഹിതമല്ല തെസ്സലോനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോകേണ്ടതുള്ളത്. You see, Paul said, we wanted to come to you. പക്ഷേ ഇവിടെ ഒരിക്കലും അങ്ങനെയല്ല കാണുന്നത്. പൗലോസ് പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹമുണ്ട്, But Satan hindered us. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. And look at chapter 3 verse 1. 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. Okay, so here the situation was, they wanted to go to Thessalonica, they were not able to go to Thessalonica. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർ തെസ്സലോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ അവർക്ക് പോകുവാൻ സാധിക്കുന്നില്ല. So they were in another place called Athens. അവർ ആയിരുന്നത് അഥേൻസ് എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തായിരുന്നു. So here it said, Paul says, we thought it best. ഇവിടെ പറയുന്നത് പൗലോസ് പറയുന്നത് എന്ന് വെച്ചു. In verse 1, can you see verse 1? Yeah. വേണ്ടതില്ല എന്ന് വെച്ചു. In other words, he doesn't say that God said to us to do like this. No, he says, we thought it best that we will be in Athens and we will send Timothy. പൗലോസ് ഇവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് പൗലോസ് അത് ഇത് പോകാൻ തടസ്സമുണ്ട് എന്ന് വെച്ച് അത് വേണ്ടെന്ന് വെച്ചു എന്നല്ല, പക്ഷേ ഇവിടെ ആയിരുന്നത് ആ ഒരു സമയത്ത് നിന്നും അവിടുന്ന് തിമോത്തിയോസിനെ തെസ്സലോനിയയിലേക്ക് അയക്കുകയാണ്. ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ്. He says that we decided, we thought it best. He doesn't say God spoke to us. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം ഞങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ തിമോത്തിയോസിനെ അയക്കുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ തീരുമാനിച്ചു തിമോത്തിയോസിനെ അയക്കുവാൻ എന്നാകുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. Oh, so the apostles also can decide, that servants of God can decide. They don't always get some messages from the top. ഇതിനർത്ഥം ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് തന്നെ തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കും, അല്ലാതെ അവർ എപ്പോഴും ദൈവത്തിൽ നിന്ന് കേട്ട് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. Look at Philippians chapter 2 verses 25 to 26. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 26 മുതൽ ഉള്ള വാക്യങ്ങൾ.
Philippians chapter 2, verse 25 and 26. രണ്ടാം എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഓ, ആവശ്യമെന്ന് എനിക്ക് തോന്നി. ആവശ്യമെന്ന് ദൈവം പറഞ്ഞു എന്നല്ല ഇവിടെ പറയുന്നത്. ആവശ്യമെന്ന് എന്തുവാ എനിക്ക് തോന്നി. Dear people of God, in 2022 there can be certain things which you will think it necessary. Please go ahead and do that. Don't worry. 2022 ദൈവത്തിൻ്റെ ജനമായിട്ടുള്ള നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും താമസിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യണം. Acts chapter 15. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. You see, Acts chapter 15, there's a big issue happening there. ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. What about the Gentiles? Should they obey the law or not? Should they be circumcised or not? This was a big issue. The whole church could have been split because of this big issue. ഇവിടെ ജാതികളെ പറ്റിയിട്ടുള്ള ഒരു വിഷയമാണ് നടക്കുന്നത്. ഇവർ പരിച്ഛേദത്തിൽ ഏൽക്കണമോ അവർ വിശ്വാസികളാകണമോ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. All the senior people got together. അവിടെ മുതിർന്നതായിട്ടുള്ള നേതാക്കൾ എല്ലാം ഒരുമിച്ച് വന്നു. Peter, പത്രോസ്, James, യാക്കോബ്, Paul, പൗലോസ്, Barnabas, and many other people. അങ്ങനെ പല ആളുകൾ ഒരുമിച്ച് കൂടി Jerusalem council. യെരുശലേമിലുള്ള ആ ഒരു കൂട്ടം. And then look at the words which they use. Verse 22. Please focus on a particular phrase which I will tell you. Verse 22, chapter 15. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണം എന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ നിർണയിച്ചു. They decided. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് അവർ നിർണയിച്ചു എന്നുള്ളൊരു വാക്യം. Okay, then verse 25. 25-ാം വാക്യം. ഞങ്ങൾ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. നിർണയിച്ചു. And verse 28. 28-ാം വാക്യം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അയ്യോ, തോന്നിയിരിക്കുന്നു. It seemed good to us and to the Holy Spirit. ഇവിടെ ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും നല്ലത് എന്ന് തോന്നിയിരിക്കുന്നു എന്ന് എഴുതി. In 2022, 2022 everything will not be written and given to you, let me assure you. ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുകൊള്ളട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് എഴുതി തരികയില്ല. That elusive will of God. I am trying to find, where is it? The will of God. ദൈവത്തിന്റെ ഹിതം ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനേക്ക് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. Brother, you have a passion to serve the Lord, isn't it? സഹോദര, നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാനായിട്ടുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ടല്ലേ? Isn't it? What are you waiting for? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? No, I want to hear from the Lord. ഇല്ല, എനിക്ക് ദൈവത്തിൽ നിന്നും കേട്ടേ പറ്റത്തുള്ളൂ. Brother, sister, you want to do it for the glory of God, isn't it? സഹോദര സഹോദരി, നിങ്ങൾക്ക് ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ, അല്ലയോ? Yes. തീർച്ചയായിട്ടും ചെയ്യണം. If that answer is yes, you are passionate to serve the Lord, you want it for the glory of God, then what are you waiting for? നിങ്ങളുടെ ഹൃദയത്തിൽ അതിയായ ഒരു ആഗ്രഹമുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് വേല ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ആഗ്രഹം എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുവാണ് കാത്തിരിക്കുന്നത്? Oh, I know what you're waiting for.
എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. You are waiting for special guidance. നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു നടത്തിപ്പ് കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. Which has not come for the last many years, by the way. ഇത്രയും വർഷങ്ങളായിട്ടും അത് ഇതുവരെയും നമ്മളുടെ അടുത്ത് വന്നിട്ടില്ല. And it may not come also. ഒരുപക്ഷെ അത് ഇനിയും വരണമെന്നില്ല. You know why I am saying like this? ഞാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നതെന്ന് അറിയാമോ? You know why I said it may not come? ചിലപ്പോൾ വരില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? Because God generally doesn't lead with special guidance. God generally, as a everyday thing, He doesn't lead with special guidance. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ദിവസവും ദൈവം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ നടത്തും എന്നൊരിക്കലും ദൈവം ഒരിക്കലും ചെയ്യില്ല. I myself have taught in this church how God guides supernaturally. ഈ സഭയിൽ ഞാൻ തന്നെ പഠിപ്പിച്ച സന്ദേശങ്ങളുണ്ട് ദൈവം എങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നടത്തുമെന്നുള്ളത്. Few times I have also been guided by this God. എൻ്റെ ജീവിതത്തിൽ തന്നെയും പല സമയങ്ങളിൽ ദൈവം എന്നെ ഇതേ പ്രകാരം നടത്തിയിട്ടുണ്ട്. But this message comes to our church because I believe there are many people who are not doing what they should be doing because they are waiting for a special guidance from the Lord. ഈ സന്ദേശം ഇന്ന് ഈ സഭയുടെ മുമ്പിൽ ഞാൻ പറയുന്നതിനുള്ള പ്രത്യേകിച്ചുള്ള കാരണം ചില വ്യക്തികൾ ചില കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുന്നത് ദൈവം അവരോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാകുന്നു. Then where is the role of your faith? അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പങ്ക് എവിടെയാണ്? Where is the role of your love? സ്നേഹത്തിന്റെ ഒരു പങ്ക് എവിടെയാണുള്ളത്? Of course there is a role of wisdom. ഇവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ബുദ്ധിക്ക് ഒരു സ്ഥാനമുണ്ട്, ജ്ഞാനത്തിന് ഒരു സ്ഥാനമുണ്ട്. We must ask the Lord for wisdom. ദൈവത്തോട് നമ്മൾ ജ്ഞാനം ചോദിക്കുക തന്നെ ചെയ്യണം. Wisdom is very important. ജ്ഞാനം വളരെ പ്രധാനമുള്ളതാണ്. You see, some people they just say, the Lord has spoken to me, I am doing this. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ചെയ്യാൻ പോവുകയാണ്. Brother Santosh, Proverbs 15 verse 22. സദൃശവാക്യങ്ങൾ 15:22. Hallelujah. I'm coming to the end of the message. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. Proverbs 15:22. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. Oh, so with many counselors, we need to have consultations, otherwise plans will get frustrated. നമ്മൾ പദ്ധതികൾ ഇടുന്ന സമയത്ത് നമ്മൾ പലരുമായിട്ടും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വളരെ പ്രശ്നങ്ങൾ നേരിടാം. And when Jomon said palar doesn't include anybody. Some people who are a little bit mature in the Lord. Otherwise you will not get good advice. പലരെന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തും പോയിട്ട് ചോദിക്കണമെന്നുള്ളതല്ല, ദൈവത്തിൽ മുതിർന്നതായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ആലോചന ചോദിക്കേണ്ടതായിട്ടുണ്ട്. Proverbs 11 verse 14. സദൃശവാക്യങ്ങൾ 11:14. Hallelujah. Proverbs 11:14. Yes. പരിപാലനം ഇല്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. Oh, in the abundance of counselors, don't think of the psychology counseling. I mean, this is not counseling. This is in abundance of counselors, they succeed. ഇവിടെ പറയുന്നതായിട്ടുള്ള There is victory. ഉപദേശാക്കളുടെ ബഹുത്വത്തിൽ സുരക്ഷിതത്വമുണ്ട് എന്നും ഒരു വചനത്തിൽ പറയുന്നു. Proverbs 20 verse 18. സദൃശവാക്യങ്ങൾ 20:18. Look at how many times it is given, Proverbs 20 verse 18, 1:8. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു, ആകയാൽ ഭരണസാമർത്ഥ്യത്തോടെ യുദ്ധം ചെയ്യുക. Oh, make war by wise guidance. Very important. Prepare plans by consultation. നല്ല ഉപദേശം നേടി യുദ്ധം ചെയ്യുക. നമ്മൾ പദ്ധതികൾ ഇടുന്ന സമയത്ത് ഉപദേഷ്ടാക്കളുമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുക. 24 verse 6. 24:6. ഭരണസാമർത്ഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും, മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. Oh,
Hallelujah. So, you see, we have the freedom in things for which there is no specific command of the Lord, but in that freedom we have the responsibility to do things wisely. ദൈവം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. And those of you who are saying, brother, I don't have wisdom, I will say, as Apostle James said, you ask and you will receive wisdom. നിങ്ങൾ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, സഹോദരൻ എനിക്ക് ജ്ഞാനം കുറവാകുന്നു. പക്ഷേ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞതുപോലെ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവം നമ്മൾക്ക് തീർച്ചയായിട്ടും ജ്ഞാനം തരിക തന്നെ ചെയ്യും. You see, tell me, suppose there is a 5-year-old child, okay? ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. And there is a father. അതിൻ്റെ പിതാവും അടുത്തുണ്ട്. So this child has to be told many things. Okay, get up, brush your teeth, take bath, put your dress. You know, so many commands has to be given. ഈ 5 വയസ്സുള്ള So കുട്ടിയുടെ much അടുത്ത് guidance has to be given. ഈ 5 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. Yes, Sister Valsa is here. Let me tell. Joanne is how old? How old is he? 10. Now imagine that he becomes 25. ഇവിടെ സഹോദരി വത്സ എനിക്ക് നമ്മുടെ അടുത്തുണ്ട്. അവരുടെ മകൻ 10 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 25 വയസ്സായി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. Would Joanne need more advice or less advice at that time? I mean, more, instructions at that time or less instructions? ആ ഒരു സമയത്ത് ജോവാൻ എന്ന് പറയുന്ന ആൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങളാണോ ആവശ്യമുള്ളത്, അതോ കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രം മതിയോ? Mom, what should I do? I mean, then something is wrong with Joanne. If at the age of 25 also he is coming and asking, Mom, what is your will regarding me? Should I brush twice a day or once a day? What should I do? 25 വയസ്സായപ്പോഴും ജോവാൻ വന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്? ഞാൻ 2 വട്ടം പല്ല് തേക്കണോ അതോ 1 വട്ടം പല്ല് തേച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. You see, as children grow, the amount of specific advice required generally gets less. They are given more freedom to choose, more freedom to decide, of course within the boundaries. കുട്ടികൾ വളർന്നു വരുന്നതായിട്ടുള്ള ഒരു സമയത്ത് അവർക്ക് കൊടുക്കപ്പെടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അളവിൽ വളരെ കുറവ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 25 വയസ്സിൽ നമ്മൾക്ക് കിട്ടുവാനുള്ള ഒരു പ്രായം കൂടുന്നതനുസരിച്ച് കിട്ടുവാനുള്ള നിർദ്ദേശങ്ങൾ വളരെ കുറവാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു അതിരിനുള്ളിലായിരിക്കണം ചെയ്യേണ്ടത്. Why do we think that as we grow in the Lord, we will keep hearing more and more instructions every second? Sunil, turn right. Talk to Binsi now. Now go there. Then do that. Sit down. Stand up. This is not the mark of maturity. That like a police control van from the headquarters, I have to keep hearing instructions. What is this? Is this the mark of maturity? Is this what God is doing in our lives? If so, where is the role of love? Where is the role of faith? Where is the role of maturity? നമ്മൾ മുതിർന്നു വരുന്നതായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ കേൾക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഒരു മുതിർന്ന ഒരു സ്ഥാനത്ത് എത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷേ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പോലീസ് കൺട്രോൾ വാനിൻ്റെ അകത്ത് എപ്പോഴും എനിക്ക് നിർദ്ദേശങ്ങൾ കിട്ടി അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്താണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള പങ്കിൻ്റെ ആ ഒരു വില നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. Dear brothers and sisters, don't get me wrong. I believe in walking full of the Spirit of God, but I also believe in walking full of wisdom of God.
നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് നമ്മൾ നടക്കണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ജ്ഞാനത്താൽ നിറയപ്പെട്ടും നടക്കണമെന്നുള്ളത്. So God is giving us moral guidance. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. And God wants us to give guidance through wisdom. അതുപോലെ തന്നെ ജ്ഞാനത്താൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And number 3, through all this God will sovereignly guide us. മൂന്നാമതായിട്ട് ഇതിലെല്ലാത്തിലും ദൈവം നമ്മളെ സർവാധികാരമായിട്ട് നമ്മളെ നടത്തും. But fourthly, once in a while He may specially guide us also. നാലാമതായിട്ട് ഒരു ചില സമയങ്ങളിൽ ദൈവം നമ്മളെ പ്രത്യേകമായിട്ടും നയിക്കുകയും ചെയ്യും. The whole point of this message is, if you are only waiting for special guidance before you take any step in your life, I am sorry, you may not be able to do many things in life and you will finally die. Finally means of old age or something. ഈ ഒരു സന്ദേശത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു കാര്യം കേട്ടിട്ട് ഒരു കാര്യം ചെയ്യുവാനായിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കത്തില്ല. നിങ്ങൾ അങ്ങനെ കേൾക്കാതെ തന്നെ ഇരുന്ന് അവസാനം നിങ്ങൾ പ്രായമെത്തി മരിക്കുക തന്നെ ചെയ്യും. No, not as a punishment. Your time will be over. നമ്മുടെ Your time on earth will be over. It's not that God will be angry with you, but your time will be over. Time is 2021, 2000, Corona, this, that. Time is just going off. ഇത് ദൈവം നമ്മളെ ശിക്ഷിച്ച് നമ്മൾ മരിക്കുമെന്നുള്ളതല്ല കാര്യങ്ങൾ പറയുന്നത്. നമ്മളുടെ ഇവിടെ ഭൂമിയിലുള്ള സമയം തീർന്ന് പല കാര്യങ്ങൾ കൊണ്ട് 21, 22 അങ്ങനെ വർഷങ്ങൾ പോവുകയും കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് ഈ സമയം ദൈവം തന്നിട്ടുള്ളതായിട്ടുള്ള സമയം നമ്മളുടെ മുമ്പിൽ തീർന്നു പോകും. Dear brothers and sisters, I am not making fun of anybody. I myself have been in many of these things actually. What I tell you. സഹോദര സഹോദരിമാരെ, ഞാൻ ആരെയും കളിയാക്കുവാനല്ല ഈ പറയുന്നത്. ഞാനും പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിലായിട്ടുണ്ട്. But may the Lord help each and every one of us. നമ്മളെ ഓരോരുത്തരെയും ദൈവം തീർച്ചയായിട്ടും സഹായിക്കട്ടെ. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Loving Heavenly Father, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ സ്നേഹവാനായ പിതാവേ, we bow down before you. ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ തലകളെ വണക്കുന്നു. You are the sovereign Lord. അങ്ങ് സർവാധികാരിയായ ദൈവമാകുന്നു. We know that you will work out everything according to the purpose of your will. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, അങ്ങയുടെ ഹിതപ്രകാരം അങ്ങ് സകലതും നിവർത്തിക്കും. But we also know that you have your moral will which has been declared to us through your word. അതുപോലെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ ധാർമ്മികമായിട്ടുള്ള ഹിതം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളിലേക്ക് പകർന്നു തന്നിട്ടുണ്ടല്ലോ. Lord, we want to obey your word no matter what, just as Daniel and his friends did. അങ്ങയുടെ വചനത്തെ എന്ത് സംഭവിച്ചാലും അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദാനിയേലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചെയ്തതുപോലെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, when it comes to matters on which you have not specifically written, Lord, help all of us to realize that we have been given freedom. അങ്ങ് വ്യക്തമായിട്ടും പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, may your people realize the greatness of that freedom that you have given to us. അങ്ങയുടെ ജനം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു വലിപ്പത്തെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, within that freedom, help us to choose wisely in this coming year. ആ സ്വാതന്ത്ര്യത്തിന്റെ നടുവിലും ജ്ഞാനത്തോടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഈ വർഷം ഞങ്ങളെ സഹായിക്കണമേ. Help us to wage war and decide about things after discussing with wise counselors. യുദ്ധം ചെയ്ത് ഉപദേശാക്കരുടെ നടുവിൽ കാര്യങ്ങൾ ജ്ഞാനത്തോടെ ചെയ്ത് അത് പദ്ധതി എടുക്കുവാൻ സഹായിക്കണമേ. Lord, even as we do all this, Lord, we want to remain open to any specific special way you are wanting to lead us. ഇതിലെ എല്ലാത്തിലെയും നടുവിലും അങ്ങ് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേട്ട് അത് അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. Thank you for giving us this message. ഈ സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen.